ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴം 2025 മെയ് മാസം 14 ബുധനാഴ്ച രാത്രി 10:36 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നത് ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം 8ാം ഭാവത്തിലേക്കാണ്. നേട്ടങ്ങൾ മന്ദഗതിയിൽ ആയേക്കും. അനായാസം നേടിയിരുന്ന കാര്യങ്ങൾ പ്രയത്നിച്ച് നേടേണ്ടി വരും. ബിസിനസ് പരമായോ ഔദ്യോഗികമായോ ഉള്ള യാത്രകൾ കൊണ്ട് മെച്ചം കുറയുന്നതാണ്. പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടാം. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ പരിഹരിക്കുക ക്ലേശകരമാകും. രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തു എന്ന് വരാം. സസ്പെൻഷനോ ഡീപ്രമോഷനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയാം. ലഘുവായ രോഗപീഠകൾക്കും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും. ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയിലൂടെ പരിഹരിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകില്ല. പങ്കാളിത്ത ബിസിനസ്സിൽ നിലവിലുള്ള പങ്കാളിയെ കൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടാം. ഇവരുടെ പ്രവൃത്തി മൂലം നഷ്ടവും നിയമപരമായ പ്രശ്നങ്ങളും വരാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടാം. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ ലാഭമുണ്ടാകും. വിദേശത്ത് ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.